ആ കഴിവനുസരിച്ച് മലക്കുകൾ പറയും സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് അല്ലാഹു തആല പറയും എങ്കിൽ ആ സുന്നത്തുകൾ കൊണ്ട് ഫർളിനെ പൂർത്തീകരിച്ചു കൊടുക്കുക, അങ്ങനെ അത് സ്വീകരിക്കുക. ഫർളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, നമ്മളെ നിസ്കാരം പോലെ ആയിരിക്കും പറഞ്ഞത്. ഞാൻ എന്റെ പറഞ്ഞ ഞങ്ങളെ ഹാലല്ല. കുറെ നുക്സാനിയത്ത്, കുറെ വീഴ്ചകൾ അതിലുണ്ടെങ്കിൽ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാൻ സുന്നത്തുകളും പരിഹരിക്കണം. പക്ഷെ സുന്നത്തുകളിൽ ആളുകൾക്ക് വളരെ ശ്രദ്ധക്കുറവാണ്. ഒരു പള്ളിയിൽ 400 ആള് ജുമ നിസ്കരിച്ചെങ്കിൽ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ എത്ര ആളുണ്ടാവും? എല്ലാരും തിരക്കോടെ ഹോസ്പിറ്റലിൽ പോകാൻ പോയതാ. 400 ആള് ജുമ നിസ്കരിച്ച ശേഷം നോക്കുമ്പോ അപ്പുറത്ത് ഖത്തീബ് ഉസ്താദ്, ഇപ്പുറത്ത് മറ്റേ ഉസ്താദ്, ഇപ്പുറത്ത് മറ്റേ ഉസ്താദ്, അപ്പുറത്ത് പ്രസിഡന്റ് അവർ, ഇപ്പുറത്ത് സെക്രട്ടറി അവർ, ആകെ ഒരു 10-20 ആളെ എണ്ണാനുള്ള, ബാക്കിയൊക്കെ പോയി. 2 റക്അത്ത് സുന്നത്തിനോ? അതിനാകെ സഹോദരങ്ങളെ ഒരു 4 മിനിറ്റല്ലേ വരുള്ളൂ. ഒരു 4 മിനിറ്റ് ചുരുങ്ങിയ സമയമേ വരുള്ളൂ. ഒരു ചെറിയ ഒരു വജ്ജഹത്വം, അല്ലെങ്കിൽ വലിയ വജ്ജഹത്വം ഇല്ലെങ്കിൽ ചെറിയൊരു വജ്ജഹത്വം ഓതി, ഒരു ഫാത്തിഹ ഓതി, ഒരു റുക്കൂഉം സുജൂദും 2 സുജൂദും ചെയ്ത് പിന്നെ 1 റക്അത്തോടെ നിസ്കരിക്കാൻ ചെറിയ സമയമല്ലേ ഉള്ളൂ. നമ്മളത് മുടക്കരുത്. കാരണം നമ്മളെ ഈ ഫർളുകളൊന്നും പൂർണ്ണമായ ഫർളുകളല്ല. ഇപ്പൊ എന്തിനാ നമ്മൾ സുന്നത്ത് നോമ്പുകളൊക്കെ നോക്കുന്നത്? റമദാനിൽ ആ ഫർള് നോമ്പ്, ആ 1 മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അമലാണത്. അതിൽ കുറവുകൾ ഉണ്ടാവും. നമ്മൾ മാസൂമ്യങ്ങളല്ലല്ലോ. പറഞ്ഞതും ചെയ്തതും നിയത്ത് വെച്ചിടത്തും കാര്യങ്ങൾ പൂർത്തിയാക്കിയിടത്തൊക്കെ കുറവ് വന്നിട്ടുണ്ടാകും. ആ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ ഫർള് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ തന്നെ വലിയ ഭാഗ്യമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് ഈ സുന്നത്തുകളൊക്കെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഉണ്ട്. എന്നാ പിന്നെ ആ സുന്നത്തുകളൊക്കെ കൊണ്ടാണ് പൂരിപ്പിച്ചേക്ക്. അള്ളാഹു തആലാന്റെ റഹ്മത്ത് നോക്ക് നിങ്ങൾ. ഫർളുകളൊക്കെ നിർവഹിച്ച ആള് സുന്നത്ത് നിർവഹിച്ചിട്ടുണ്ട്. പഠിച്ചോനെ സുന്നത്ത് നിസ്കാരങ്ങൾ അയാളെ കൊണ്ട് കഴിയണ പരമാവധി സുന്നത്തൊക്കെ അയാൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ സുന്നത്തും നോക്കൂലെങ്കിലും ഒരു 10 റക്അത്ത് മുഅക്കദെങ്കിലും നിസ്കരിച്ചിട്ടുണ്ട്. റവാത്തിബ് നോക്കുമ്പോ മൊത്തം 10 റക്അത്തൊന്നും അല്ലള്ളത്. പക്ഷെ മുഅക്കദ് ഒരു 10 റക്അത്തെങ്കിലും, മഗ്‌രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, ളുഹറിന്റെ മുമ്പ് 2, ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, 10. ഒരു 10എങ്കിലൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. റവാത്തിബ് നോക്കുമ്പോ അതിലധികം ഉണ്ട്. അത്രയൊന്നുമല്ല ഉള്ളത്. റവാത്തിബ് എണ്ണുമ്പോ മഗ്‌രിബിന്റെ മുമ്പ് 2 എണ്ണാണ്ട്, ഇശാഇന്റെ മുമ്പ് എണ്ണാണ്ട്, അസുറിന്റെ മുമ്പ് 4 എണ്ണാണ്ട്, ഇതൊക്കെ എണ്ണാണ്ട്. റവാത്തിബ് മൊത്തത്തിലില്ലെങ്കിലും മുഅക്കദായ 10 എണ്ണെങ്കിലും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ അത് ശ്രദ്ധയോടെ കൊണ്ട് നടക്കുന്ന റമദാനിലെ ആള് തറാവി എല്ലാ ദിവസവും നിസ്കരിച്ചിട്ടുണ്ട്. 1-2 ദിവസം ക്ഷീണം വന്നപ്പോ കുറച്ച് റക്അത്തിന്റെ എണ്ണം കുറഞ്ഞു എന്നല്ലാതെ 20 റക്അത്തും തറാവി നിസ്കരിച്ചു. ആ സുന്നത്തുകളെ കൊണ്ടൊക്കെ ഈ ഫർളം കൊണ്ട് പരിഹരിച്ച് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യല്ലേ. അതുകൊണ്ട് മുടക്കരുത്. പരമാവധി കൂട്ടിക്കൊണ്ടുപോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരായ ആൾക്കാരൊക്കെ ദീർഘ നിസ്കാരം നിസ്കരിച്ച പോലെ നിസ്കരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മൾ ദുർബലരല്ലേ. പക്ഷെ ഉള്ളത് കുറച്ചെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുത്ത് കൊണ്ടുപോകാൻ അതിന് നമ്മളെ കൊണ്ടൊക്കെ ആകും. ആ ഒരു ശ്രദ്ധ അള്ളാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അപ്പോ നിസ്കാരത്തെ പറ്റി അങ്ങനെ ചോദിച്ചു, അമാനത്തിനെ പറ്റി ചോദിച്ചു.